നമസ്കാരം. കണ്ണൂർ വനിതാ ജയിലിനുള്ളിൽ ഷെറിന്റെ അതായത് ഭാസ്കര കാരണവർ കേസ് പ്രതിയായിട്ടുള്ള ഷെറിന്റെ അക്രമം പോലീസിന് മുൻപിൽ പരാതിയായി എത്തിയതിന് പിന്നിൽ കാനെ സിംപെ ജൂലിയെ തിരുവനന്തപുരം ജയിലിലേക്ക് മാറ്റാനുള്ള തന്ത്രമാണ്. ജൂലിയെ കണ്ണൂരിൽ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന നിർബന്ധം പിടിച്ചത് ഷെറിനാണ്. ഈ നൈജീരിയക്കാരിയുമായിട്ടാണ് ഷെറിൻ ജയിലിനുള്ളിൽ ഏറ്റുമുട്ടൽ നടത്തിയത്. എന്തായാലും ഷെറിന്റെ ഈ ആവശ്യം സാധ്യമാക്കാനാണ് ജൂലിയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിച്ചത്. ഇതോടെ ജയിലിനുള്ള സംഘർഷം രേഖയായി. പിന്നാലെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും ചെയ്തു നൈജീരിയക്കാരിയെ. 24-ാം തീയതി രാവിലെയായിരുന്നു സംഘർഷം. കാര്യമായൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല. എന്നാൽ ഇവൾ ഉള്ളിടത്ത് കഴിയില്ലെന്ന് ഷെറിൻ നിർബന്ധം പിടിച്ചു. ഇതോടെയാണ് നൈജീരിയക്കാരിയെ കൊണ്ട് പരാതി കൊടുത്ത് നിസാര വകുപ്പിൽ കേസെടുത്ത് എല്ലാം രേഖയാക്കിയത്. ഇതോടെ ജൂലിയെ ജയിൽ മാറ്റുകയും ചെയ്തു. അക്രമമെല്ലാം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം മാധ്യമങ്ങളിൽ പോലും എത്തിയത്. 1-ാം തീയതിയാണ് ഡ്രോൺ ജയിലിന് മുകളിലൂടെ പറന്നത്. ഇതും വൈകിയാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതെല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാനായിരുന്നു. ജൂലിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തതെന്ന് FIR-ൽ വ്യക്തം. ഷെറിൻ കാരണവരും ഷബ്നയുമാണ് പ്രതികൾ. ഷബ്ന റിമാൻഡ് തടവുകാരിയാണ്. ഇവർ 2022-ലാണ് ജയിലിൽ എത്തിയതെന്നാണ് സൂചന. 24-ന് രാവിലെ 7:45-ന് പൂഴാതി അംശം പള്ളിക്കുന്ന് വനിതാ ജയിലിൽ വെച്ച് പരാതിക്കാരി കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് 1-ാം പ്രതിയായ പരാതിക്കാരിയെ പിടിച്ചു തള്ളുകയായിരുന്നു. 2-ാം പ്രതി അസഭ്യവർഷവുമായി നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയെ പുറത്തും നെഞ്ചിലും പിടിച്ചു തള്ളി. ഇതിൽ നിസാര പരുക്ക് പറ്റിയെന്നാണ് FIR-ൽ പറയുന്നത്. 26-നാണ് വനിതാ ജയിലിൽ സൂപ്രണ്ട് പരാതി അയച്ചു തന്നതെന്ന് FIR-ൽ വ്യക്തം. ഇതിനെ തുടർന്ന് 4:30-യോടെ ജയിലിലെ വെൽഫെയർ ഓഫീസറുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് BNS-ലെ വകുപ്പ് പ്രകാരം കേസെടുത്തത് എന്നാണ് FIR പറയുന്നത്. മൊഴിയടക്കം ചെയ്താണ് FIR ഇട്ടത്. മലയാളത്തിലാണ് നൈജീരിയക്കാരിയെ ചീത്ത വിളിച്ചത്. ഈ തെറിയും കേരളത്തിലെ ജയിൽവാസത്തിനിടെ നൈജീരിയക്കാരി മനസ്സിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. വനിതാ ASI ആണ് ജയിലിലെത്തി മൊഴിയെടുത്തത്. എന്തുകൊണ്ടാണ് പരാതിയിലെ കാലതാമസം എന്നത് ആർക്കും പിടികിട്ടാത്ത കാര്യം. സാധാരണ നിലയിൽ അക്രമം കാട്ടുന്നവരെയാണ് ജയിലിൽ നിന്നും മാറ്റാറുള്ളത്. ഇവിടെ ജൂലിയെയാണ് മാറ്റിയത്. ഇത് ഷെറിന്റെ സമ്മർദ്ദം മൂലമാണെന്ന് വ്യക്തം. ജയിൽ അധികൃതർക്കിടയിൽ ഷെറിന്റെ സ്വാധീനം നേരത്തെ തടവുപുള്ളികൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇനിയൊരിക്കൽ കൂടി മർദ്ദനം കിട്ടിയാൽ ഷെറിനെ ശരിയായി കൈകാര്യം ചെയ്യുമെന്ന സന്ദേശം നൈജീരിയക്കാരി ജയിൽ അധികൃതർക്ക് നൽകിയിരുന്നു. ഷെറിന് അടികിട്ടുമോ എന്ന ഭയത്തിലാണ് ജൂലിയെ ജയിൽ മാറ്റിയതെന്നും സൂചനയുണ്ട്. കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മർദ്ദനത്തിനിരയായ തടവുകാരിയെ ജയിൽ മാറ്റിയാണ് ജയിൽ അധികൃതർ പ്രശ്നപരിഹാരം സാധ്യമാക്കിയത്. കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് കാനെ സിംപെ ജൂലിയെ മാറ്റിയത്. നൈജീരിയക്കാരിയായ സഹതടവുകാരിയെ മർദ്ദിച്ചതിന് ഷെറിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. കേരളത്തിലെ സ്ത്രീ കുറ്റവാളികളിൽ ഏറ്റവും കുപ്രസിദ്ധയാണ് ഷെറിൻ. ഷെറിൻ മർദ്ദിച്ച നൈജീരിയക്കാരിയും ചെറിയ പുള്ളിയല്ല. ആഫ്രിക്കൻ മയക്കുമരുന്ന് മാഫിയയെ ഇന്ത്യയുമായി ചേർത്ത് നിർത്തിയ ക്രിമിനൽ സംവിധാനത്തിലെ പ്രധാനിയാണ് കാനെ സിംപെ ജൂലി. 5 കോടിയുടെ കൊക്കൈനുമായി കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു 4 കൊല്ലം മുമ്പ് ഇവർ അഴിക്കുള്ളിലായത്. നല്ല നടപ്പിന്റെ പേരിൽ ഷെറിന് ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദമായിരുന്നു. ജയിലിൽ നല്ല പെരുമാറ്റമെന്നും ശിക്ഷാ ഇളവിന് യോഗ്യതയുമുണ്ടെന്നായിരുന്നു വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ കണ്ടെത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം. മന്ത്രിസഭാ ശുപാർശ നിലവിൽ ഗവർണർക്ക് മുൻപിലാണ്. ഇതിനിടെയാണ് ജയിലിലെ മർദ്ദന വിവാദം. കണ്ണൂർ വനിതാ ജയിലിന് മുകളിലൂടെ ഡ്രോണും പറന്നു. അതിനുശേഷം ഇതോടെ ഷെറിന്റെ ജയിലിലെ മർദ്ദനം പുതിയ തലത്തിലേക്ക് എത്തും. ഇനി ശിക്ഷാ ഇളവ് കിട്ടാനും സാധ്യത കുറവ്. ഭാസ്കര കാരണവർ കേസ് പ്രതി ഷെറിൻ ജയിലിൽ അനുഭവിച്ചു വന്ന സുഖലോലുപതകളെ കുറിച്ച് വെളിപ്പെടുത്തലുമായി സഹതടവുകാരിയായിരുന്ന സുനിത രംഗത്ത് വന്നിരുന്നു. ഭീഷണിപ്പെടുത്താതെ തന്നെ ഷെറിന്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ജയിലിൽ ആളുകളുണ്ട്. ഷെറിൻ ആരോടും വഴക്കിടുന്ന സ്വഭാവക്കാരിയല്ല. അതിന്റെ ആവശ്യമുണ്ടാകാറില്ല. എല്ലാവരും സ്നേഹത്തോടെയാണ് പെരുമാറാറുള്ളത്. ഷെറിനെ ലോക്കപ്പ് ചെയ്യാറില്ല. ഉദ്യോഗസ്ഥരോടൊപ്പം തയ്യൽ ക്ലാസ്സിലുമൊക്കെ ഓടി നടക്കുക
കാണുകയാണ് പതിവെന്നാണ് സുനിത പറയുന്നത്. DIG പ്രദീപുമായി നിരന്തരം മൊബൈൽ ഫോണിൽ സംസാരിക്കും. പ്രദീപ് എല്ലാ ആഴ്ചയും വരും. വൈകിട്ട് 6 മണിയോടെ ജയിലിലെത്തും. മറ്റു വനിതാ ജീവനക്കാരുമായി സംസാരിച്ചിരിക്കും. പിന്നാലെ 7 മണിയോടടുത്ത് ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചെത്തിക്കുന്നത്. പ്രദീപ് സാർ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. പതിവായി ഫോണിൽ സംസാരിക്കാറുണ്ട്. നല്ല ബന്ധത്തിലാണ് എന്നൊക്കെയാണ് ഷെറിൻ പറഞ്ഞിട്ടുള്ളത്. 3 നേരവും പുറത്തു നിന്നുള്ള ഭക്ഷണം, സ്വന്തമായി മൊബൈൽ ഫോൺ, 10-15 രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, ഓഫീസിൽ നിന്ന് സെല്ലിലേക്ക് നടക്കാൻ കുട, അങ്ങനെ പുറത്ത് എങ്ങനെയാണോ ജീവിക്കുന്നത് സമാനമായ രീതിയിലാണ് ജയിലിനകത്തും ഷെറിൻ കഴിഞ്ഞതെന്നും സുനിത വെളിപ്പെടുത്തിയിരുന്നു. പുറത്തു നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ ഷെറിൻ ക്ഷണിച്ചിരുന്നു. പക്ഷേ താൻ പോയിട്ടില്ലെന്നും സുനിത പറയുന്നു. ഷെറിന്റെ സഹതടവുകാരി രമ്യയെ കൊണ്ടാണ് ഡ്രസ് നിർബന്ധിച്ച് കഴുകിക്കാറുള്ളതെന്നും സുനിത വെളിപ്പെടുത്തി. സുനിത വിയൂർ ജയിലിൽ നിന്നും നിരാഹാരം കിടന്നു വന്ന വ്യക്തിയാണെന്നും വലിയ സൗഹൃദത്തിനൊന്നും പോകണ്ട എന്നുമായിരുന്നു ഷെറിന് ലഭിച്ച ഉപദേശം. ഷെറിന്റെ സഹതടവുകാരി രമ്യയെ കൊണ്ടാണ് ഡ്രസ്സൊക്കെ കഴിയിക്കുന്നത്. ഇതിനെതിരെ പരാതിപ്പെട്ടപ്പോൾ എന്തിനാണ് തന്നെ ഉപദ്രവിക്കുന്നതെന്നും ജയിലിൽ നിന്നിറങ്ങാൻ സഹായിക്കാമെന്നും ഷെറിൻ വാഗ്ദാനം ചെയ്തു. ജയിൽ സൂപ്രണ്ടൊക്കെ ഒരു ചെറിയ കുട്ടിയെ കൊഞ്ചിക്കുന്നത് പോലെയാണ് ഷെറിനോട് സംസാരിക്കുന്നത്. ഷെറിൻ പ്രദീപ് സാർ ബന്ധത്തെക്കുറിച്ചുള്ള പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തതെന്നും സുനിത പറഞ്ഞിരുന്നു. പരാതി കൊടുക്കുന്ന സമയം ഷെറിൻ പരോളിൽ പോയിരുന്നു. തിരിച്ചു വന്നത് 2500 രൂപ വിലമതിക്കുന്ന പേനയുമായാണ്. ആ പേന തനിക്ക് തന്നു. തനിക്കെതിരെ പരാതി എഴുതാൻ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാണ് പേന കൈമാറിയത്. ഇതായിരുന്നു സുനിതയുടെ വെളിപ്പെടുത്തൽ. ഇതെല്ലാം തന്നെ പുറത്തു വന്നിട്ടും കണ്ണൂരിൽ ഷെറിന് വലിയ പിന്തുണ കിട്ടുന്നു എന്നതിന് തെളിവാണ് പുതിയ കേസും പരാതിക്കാരിയെ ജയിൽ മാറ്റിയ സംഭവവുമെല്ലാം. 2021 ഒക്ടോബറിൽ അന്താരാഷ്ട്ര വിപണിയിൽ 5.34 കോടി രൂപ വില വരുന്ന കൊക്കൈനുമായി കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായ തടവുകാരിയാണ് കാനെ സിംപെ ജൂലി. ഖത്തർ എയർവേസ് വിമാനത്തിൽ ദോഹ വഴി കൊച്ചിയിലെത്തിയപ്പോഴാണ് ഐവറി കോസ്റ്റ് പാസ്പോർട്ട് ഉടമയായ കാനെ സിംപെ ജൂലി പിടിയിലായത്. 580 ഗ്രാം കൊക്കൈനുമായാണ് നൈജീരിയക്കാരിയായ ഇവപ്റ്റ പിടിയിലായത്. മതിയായ രേഖകളില്ലാതെയാണ് ഇവർ കൊച്ചിയിലെത്തിയത്. എമിഗ്രേഷൻ വിഭാഗം ഇവരെ തടഞ്ഞുവെച്ചു. എമിഗ്രേഷൻ വിഭാഗം ഇക്കാര്യം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അതായത് DRI യൂണിറ്റിനെ വിവരം അറിയിച്ചു. DRI എത്തി ബാഗേജ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് കൊക്കൈൻ കണ്ടെത്തിയത്. ലാബിൽ അയച്ച പരിശോധന നടത്തിയാണ് പിടിച്ചത്. കൊക്കൈൻ തന്നെയാണോ എന്ന് ഉറപ്പിച്ചത്. മതിയായ യാത്രാരേഖകളില്ലാതെ എത്തുന്നവരെ സാധാരണയായി മടക്കി അയക്കാറാണ് പതിവ്. കൊക്കൈൻ കണ്ടെത്തിയത് കൊണ്ടാണ് തിരിച്ചു വിടുന്നതിന് പകരം സ്ത്രീയെ പിടിച്ചുവെച്ചത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ സംഘത്തിൽപ്പെട്ട മറ്റൊരു യുവതിയെക്കുറിച്ചും DRIക്ക് വിവരം ലഭിച്ചു. ഇവരെ നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചു. ഐവറി കോസ്റ്റ് സ്വദേശിനി CV ഒഡോത്തി ജൂലിയറ്റാണ് അന്ന് പിടിയിലായത്. ഇവർ 2021 ജനുവരിയിൽ കൊച്ചിയിലെത്തിയതാണ്. ഇവരും മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന കണ്ണികളായിരുന്നു. കാനെ സിംപെ ജൂലി കൊക്കൈനുമായി എത്തിയത് വസ്ത്ര വ്യാപാരിയാണെന്ന വ്യാജേനയായിരുന്നു. മുംബൈയിൽ വിതരണം ചെയ്യാനാണ് കൊക്കൈൻ കൊണ്ടുവന്നത്. ഇവരിൽ നിന്ന് കൊക്കൈൻ ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്ന ഐവറി കോസ്റ്റ് സ്വദേശിനിയാണ് CV ഒഡോത്തി ജൂലിയറ്റ്. അറസ്റ്റിലാകുന്നതിന് മുൻപ് 3 വർഷത്തിലേറെയായി മുംബൈയിൽ താമസിക്കുന്ന ഒഡോത്തി ജൂലിയറ്റാണ് മയക്കുമരുന്ന് കടത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത്. മുംബൈയിൽ വസ്ത്ര വ്യാപാരിയാണെന്ന നിലയിലാണ് ജൂലിയറ്റ് തങ്ങിയിരുന്നത്. CV ഒഡോത്തി ജൂലിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കാനെ സിംപെ ജൂലി കൊക്കൈനുമായി കൊച്ചിയിലെത്തിയത്. കൊക്കൈൻ കൊച്ചിയിൽ എത്തിച്ചു നൽകിയാൽ 20 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ഇവർ മൊഴി നൽകിയിരുന്നു. നൈജീരിയയിലെ ലോഗോസിൽ നിന്നാണ് ഇവർ കൊച്ചിയിലേക്ക് തിരിച്ചത്. ഖത്തർ എയർവേസ് വിമാനത്തിൽ ദോഹ വഴി കൊച്ചിയിലെത്തി. CV ഒഡേത്തി ജൂലിയറ്റ് മുംബൈയിൽ നിന്ന് നേരത്തെ തന്നെ നെടുമ്പാശ്ശേരിയിലെത്തി ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങുകയായിരുന്നു. ട്രെയിൻ മാർഗമായിരുന്നു ഇവർ കൊച്ചിയിലേക്ക് എത്തിയത്. ജൂലിയറ്റ് കൊച്ചിയിലെ ലഹരി മരുന്ന് ഇടപാടുകളിലെ പ്രധാന കണ്ണിയെന്നാണ് കരുതുന്നത്. പലപ്പോഴായി യുവതികളെ ഉപയോഗിച്ച് ഇവർ വിദേശത്ത് നിന്നും കൊച്ചിയിലേക്ക് ലഹരി മരുന്ന് കടത്തിയതായിട്ടാണ് വിവരം. ബിസിനസിന് തുണി വാങ്ങാൻ എത്തിയതെന്നായിരുന്നു കാനെ ഇമിഗ്രേഷൻ വിഭാഗത്തോട് പറഞ്ഞത്. എന്നാൽ ഇവരുടേത് ബിസിനസ് വീസ അല്ലാതിരുന്നത് സംശയത്തിനിടയാക്കി. തുടർന്ന് ബാഗ് പരിശോധിക്കുകയായിരുന്നു. ലഹരി മരുന്ന് കണ്ടെത്തിയതോടെ ഇവരെ കൊണ്ട് ജൂലിയറ്റിനെ വിളിച്ചു വരുത്തിയാണ് DRI അധികൃതർ അറസ്റ്റ് ചെയ്തത്. ട്രോളി ബാഗിന്റെ അടിയിൽ കള്ളക്കടത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു കൊക്കൈൻ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ലഹരി മാഫിയയിൽ നിർണായക സ്വാധീനമുള്ള നൈജീരിയൻ ഗ്രൂപ്പിലെ പ്രധാനികളായിരുന്നു ഇവർ. നന്ദി.